ഇന്നുള്ള ഇന്ത്യൻ പ്രതീക്ഷകൾ നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോയെങ്കിലും ഇവിടെ PR ശ്രീജേഷ് വിരമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മെഡലുമായി ശ്രീജേഷിനെ ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചയക്കുക എന്നൊരു ലക്ഷ്യം ഇന്ത്യൻ ടീമിനുണ്ട്. അതുമായാണ് ഹോക്കി ഇന്ത്യൻ ടീം പോയിരിക്കുന്നത്. മറ്റൊന്ന് PV സിന്ധുവിലാണ് പ്രതീക്ഷ. ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ മാത്രം പ്രതീക്ഷകൾ? ഇന്ന് ഇന്ത്യ ഏറെയധികം അല്ലെങ്കിൽ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ടെന്നീസിലെ പുരുഷ ഡബിൾസ് ആണ്. 44-കാരനായ രോഹൻ ബൊപ്പണ്ണയ്ക്ക് ആദ്യമായി ഒരു ഒളിമ്പിക്സ് മെഡൽ നേടുക എന്നുള്ളൊരു സ്വപ്നം കൊണ്ടാണ് അദ്ദേഹം പാരീസിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് പ്രാഥമിക റൗണ്ടിൽ കളിക്കുന്നത്. ശ്രീറാം ബാലാജിയും ഒത്ത് ഇന്ന് പ്രാഥമിക റൗണ്ടിൽ 3:30-ക്കായിരുന്നു മത്സരം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴും മത്സരം നിലവിലിപ്പോൾ വനിതാ സിംഗിൾസ് ടെന്നീസ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മത്സരം വൈകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ലക്ഷ്യ സെൻ ഇന്ന് 7:10 ഇറങ്ങുന്നുണ്ട്. അദ്ദേഹവും നല്ല ഒരു മെഡൽ പ്രതീക്ഷയുള്ള താരം തന്നെയാണ്. മറ്റൊന്ന് ടേബിൾ ടെന്നീസിൽ പുരുഷ സിംഗിൾസിൽ പ്രാഥമിക റൗണ്ടിൽ ഇറങ്ങുന്നത് ഹർമത് ദേശായി ആണ്. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിന്റെ മത്സരവും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. സാത്വിക് സായി ചിരാഗ് സഖ്യമാണ് ഉള്ളത്. ഇതിനു മുൻപ് പല ടൂർണമെന്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഖ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക്സിലും പാരീസ് ഒളിമ്പിക്സിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മെഡൽ പ്രതീക്ഷ നൽകുന്ന ഒരു സഖ്യം കൂടിയാണ് സാത്വിക്കും ചിരാഗ് സഖ്യവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഹോക്കി പുരുഷ ടീമിന്റെ ഗ്രൂപ്പ് ഘട്ടം ഇന്നും നടക്കുന്നുണ്ട്. അത് 9 മണിക്കാണ് നടക്കുന്നത്. ന്യൂസിലൻഡിനെയാണ് ഇന്ത്യ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഏറെ മത്സരങ്ങളിൽ മികച്ചൊരു ഫോമിലാണ് ഇന്ത്യൻ ഹോക്കി ടീം ഉള്ളത്. അതേ ഒരു പ്രകടനം ഇന്നും തുടരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ ജയത്തോടെ വരും മത്സരങ്ങളിലേക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിവ്യ, നമ്മളോടൊപ്പം ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മേഴ്സിക്കുട്ടൻ, വലിയ ആവേശത്തിലായിരിക്കും പാരീസ് ഒളിമ്പിക്സിന്റെ. സ്വാഭാവികമായിട്ടും ഏതൊക്കെ ഐറ്റങ്ങളായിരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ താരങ്ങൾ പോയിരിക്കുന്നതിൽ ഏതൊക്കെ ഐറ്റമാണ് പ്രതീക്ഷ കൂടുതൽ വെക്കുന്നത്? പ്രത്യേകിച്ച് മലയാളി താരങ്ങളിൽ ആരൊക്കെയാണ് നല്ല ഫോമിലുള്ളത്? എന്തൊക്കെ മെഡൽ നമുക്ക് പ്രതീക്ഷിക്കാം? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം ബാഡ്മിൻ്റനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാഡ്മിൻ്റനിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രണവിനൊരു മെഡൽ ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രണവ് കഴിഞ്ഞ വർഷത്തെ ഫോമിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ അത്ലറ്റ്സിൻ്റെ ആ ദിവസത്തിൻ്റെ ഒരു ഇതും കൂടെ നോക്കേണ്ടി വരും. അവർക്ക് ആ ദിവസം നല്ല നീതാൽ നല്ലോണം അവരുടെ ബോഡി കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇന്നത്തെ അവർക്ക് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ട് ഇന്ന് നമുക്ക് ആരും ഇറങ്ങുന്നില്ല. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് അത്ലറ്റീസിലാണ് നമുക്ക് കൂടുതലും പ്രതീക്ഷകൾ നമ്മൾ വെക്കുന്നത്. നമുക്ക് 4x4 റിലേ ടീം നമ്മുടെ ഏകദേശം എനിക്ക് തോന്നുന്ന ആൺകുട്ടികളുടെ റിലേ ടീം നമ്മൾ എന്തായാലും ഫൈനലിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ. മെഡലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ സ്പോർട്സ്മാൻ അന്നത്തെ ദിവസമാണ് നമുക്ക് അവർ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും റെക്കോർഡ് ഇട്ടുകൊണ്ട് പല ചാമ്പ്യൻഷിപ്പിൽ നിന്നും ടൂർണമെന്റുകളിൽ നിന്നും ഒക്കെ വരുന്ന ടീമുകൾ നമുക്കുണ്ട് സ്പോർട്സിനെ സംബന്ധിച്ച്. പക്ഷേ ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പുറകോട്ട് പോകാറാണ്. പക്ഷേ ഇരട്ട അക്കം എന്ന മെഡൽ പ്രതീക്ഷയിൽ ഇന്ത്യൻ ടീം പോകുമ്പോൾ അത്രത്തോളം സജ്ജരാണോ നമ്മുടെ ടീം? നമുക്ക് അതിനുവേണ്ടിയുള്ള തരം ഫിസിക്കൽ ട്രെയിനിങ്ങും മെന്റൽ ട്രെയിനിങ്ങും ഒക്കെ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട മലയാളി താരങ്ങൾ പോലും പോകാൻ സാധിക്കാതെ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് ചോദിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഈ വർഷം തന്നെ നമ്മുടെ എല്ലാ വർഷവും ഇപ്പം പറഞ്ഞല്ലോ നമുക്ക് ഗവൺമെൻറ് ഇത്തവണ എത്ര കോടികളാണ് ഈ സ്പോർട്സിന് വേണ്ടി നമ്മൾ മുടക്കിയിരിക്കുന്നത്. ഇപ്പം എന്തായാലും അവർ ഈ പാരീസ് ഒളിമ്പിക്സിന് വേണ്ടി നല്ല രീതിയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത് അത്ലറ്റ്സിനെ. അതുപോലെ തന്നെ ഓരോ ഗെയിമും നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലാണ് അവർ പോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് ഇത്തവണ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഏകദേശം കേരളമല്ല ഇന്ത്യയുടെ തന്നെ ഏകദേശം ഒരു ക്ലൈമറ്റാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അന്നത്തെ ദിവസം തീർച്ചയായിട്ടും അവരുടെ ഈനും നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ അത് ഡിഫറെൻ്റ് ആണ്. അതിൽ നമ്മുടെ വേൾഡ് അത്ലറ്റീസിലുള്ള കായിക താരങ്ങൾ ഏറ്റവും അവർ മെഡൽ പ്രതീക്ഷിക്കുന്ന ചൈന, അതേപോലെ US, അമേരിക്ക, അതേപോലെ എല്ലാ കൺട്രീസും അവർ ഒന്നൊന്നായിട്ട് അവർ മുന്നോട്ട് പോയിരിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ റീസെൻ്റ്ലി അവരുടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ്
അവർ കഴിഞ്ഞ ലാസ്റ്റ് മീറ്റുകളെല്ലാം നല്ല പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നീരജ് ചോപ്രയിലാണ് നമ്മളൊരു മെഡൽ ഫസ്റ്റ് അത്ലറ്റിക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിംഗിൾ ഇവന്റിലൊക്കെ ഒരു മാക്സിമം ടാലി എത്രത്തോളം ആയിരിക്കും നമ്മുടെ പ്രതീക്ഷകൾ ഇപ്പോൾ നിൽക്കേണ്ടത്? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? സിംഗിൾ ഇവന്റ്സിൽ നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാനുണ്ടെന്ന്? സിംഗിൾസ് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് കായിക താരങ്ങളാണ് നമുക്ക് അവിടെ. ഇനി ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഒരു മാമാങ്കമാണ് അവിടെ നടക്കുന്നത്. അപ്പം അന്നത്തെ ദിവസം ഞാൻ പറയുന്നത് സിംഗിൾസ് ആടയിൽ നമുക്ക് എല്ലാത്തിനും നമ്മളുടെ ആ ദിവസമാണ്. കുട്ടികൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തരിക. നമ്മളെപ്പോഴും അത്ലറ്റ്സിനോട് പറയാറ് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാനാണ് പറയാറ്. അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള മെഡൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലാണ്.